നമ്മൾ ലിവിംഗ് വേൾഡ് എന്ന ചാപ്റ്ററിന്റെ ലാസ്റ്റത്തെ ഭാഗം നോക്കാൻ പോകട്ടാ. അത് നമ്മൾ ഇത്രയും ദിവസം കുറച്ചൊക്കെ നോക്കിയിരുന്നു. അതായത് എന്താ, ക്ലാസിഫിക്കേഷൻ നോക്കി, കാറ്റഗറൈസേഷൻ, ഐഡന്റിഫിക്കേഷൻ. ലാസ്റ്റ് ഭാഗത്ത് എത്തുന്നതാണ് നോമൻക്ലേച്ചർ എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നോമൻക്ലേച്ചർ എന്തിനാണ്. അതെന്താ, സ്റ്റാൻഡേർഡൈസേഷൻ എന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് ലോകത്തിൽ എല്ലായിടത്തും ഒരേ പേര് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ ഈ സയന്റിഫിക് നെയിം സെറ്റ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇത്രേ ഉള്ളൂ. അതിന്റെ പേരാണ് ബൈനോമിയൽ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ബൈനോമിയൽ നമ്മൾ പഠിച്ചിട്ടുണ്ടോ? ബൈ എന്റെ അർത്ഥം എന്താണ്? രണ്ട് എന്നാണ് അർത്ഥം. സോ ബൈനോമിയൽ നോമൻക്ലേച്ചറിൽ രണ്ട് കാര്യങ്ങൾ, രണ്ട് കോമ്പൗണ്ട്സ് ആണ് വരുന്നത്. ഓക്കെ, നമ്മളിപ്പോ ഫർദർ ഡിസ്കസ് ചെയ്യും. ഇതിന്റെ ബാക്കിലാണ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇത് പ്രപ്പോസ് ചെയ്തത് ലിനിയാസിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്, കാർലസ് ലിനിയാസിസ് എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. ആളുടെ സ്ഥലം വരുന്നത് സ്വീഡനിലാണ്. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ ബുക്കിന്റെ ടൈറ്റിൽസ് നോക്കണം. നമ്മളൊന്ന് ഓർമ്മയുണ്ടോ സിസ്റ്റം ആൻഡ് നാച്ചുറലിനെ കുറിച്ച് പറഞ്ഞത്? അതുപോലെ തന്നെ ഇവിടെ ഒരു ബുക്ക് ടൈറ്റിൽ ഉണ്ട്, അതിന്റെ പേരാണ് ഫിലോസഫിയ ബൊട്ടാനിക്ക. എന്താണ് ഫിലോസഫിയ ബൊട്ടാനിക്ക? ഇയർ വരുന്നത് 1751. ഓക്കെ, ശ്രദ്ധിക്കണം, ഫിലോസഫിയ ബൊട്ടാനിക്ക 1751. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതിൽ രണ്ട് പാർട്ട് ഉണ്ട്, ഇത്രേ ഉള്ളൂ. ആദ്യത്തെ പാർട്ടിന്റെ പേരാണ് ജനറിക് നെയിം ഓർ ജീനസ് എന്നാണ് നമ്മൾ പറയുന്നത്. രണ്ടാമത്തെ പാർട്ടിന്റെ പേര് സ്പെസിഫിക് എഫിഡന്റ് എന്നോ അല്ലെങ്കിൽ സ്പീഷീസ് എന്നാണ് പറയുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇപ്പൊ വേറൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു, ഇത് ശ്രദ്ധിക്കേണ്ടത്, ഒരു കോഡ് അനുസരിച്ചാണ് നമ്മൾ നോമൻക്ലേച്ചറിൽ യൂസ് ചെയ്യാറ്. അപ്പൊ പ്ലാന്റ്സിന്റെ കേസ് വരുമ്പോൾ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ, ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ കേട്ടാ. ഇത് ശ്രദ്ധിക്കണം, അത് ഓഫ് ആണോ ഫോർ ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എൻട്രൻസിൽ. അപ്പൊ നമ്മൾ ഓരോ വാക്ക് സ്പെസിഫിക്കലി നോക്കണം. അപ്പൊ ഇന്റർനാഷണൽ കോഡ് ഓഫ് ബൊട്ടാനിക്കൽ നോമൻക്ലേച്ചർ. സോ എന്റെ ഷോർട്ട് ഫോം വരുന്നത് എങ്ങനെയാ? ICBN. ഓക്കെ അല്ലേ? ഇനി അനിമൽസ് എടുത്തു. അനിമൽസ് നിങ്ങൾക്ക് അറിയാം, സ്റ്റഡി ഓഫ് അനിമൽസിന് എന്താ വിളിക്കുക? സുവോളജി. സെയിം കാര്യം തന്നെ, ഇന്റർനാഷണൽ കോഡ് ഓഫ് സുവോളജിക്കൽ നോമൻക്ലേച്ചർ, അത് ICZN. ഓക്കെ, ICBN ഉം ICZN ഉം പിടിയിട്ടില്ലോ. ഇനി നമുക്ക് എക്സാമ്പിൾസ് ഒക്കെ വെച്ചിട്ടൊന്ന് ഡിഫൈൻ ചെയ്യാം. അതിനു മുമ്പ് ഒരു കാര്യം കൂടി ഉണ്ട്, ഇത് എഴുതുന്നതിന് കുറച്ച് നിയമാംശങ്ങളുണ്ട്, അതായത് കുറച്ച് റൂൾസ് ഉണ്ട്. യൂണിവേഴ്സൽ റൂൾസ് എന്നാണ് നമ്മൾ തന്നെ പറയാം. എന്താണ് യൂണിവേഴ്സൽ റൂൾസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം, scientific names are in Latin or Latinized or written in the font of italics to represent their origin. അത് എഴുതുള്ളൂ, അത് ലാറ്റിനിലാണ് എഴുതുക. നമ്മൾ ഏത് ഭാഷയാണെന്ന് പറഞ്ഞാൽ ലാറ്റിൻ. എന്തുകൊണ്ട് ലാറ്റിൻ എന്ന് അറിയോ? ലാറ്റിൻ ഈസ് എ ഡെഡ് ലാംഗ്വേജ്, അതായത് അധികം പേര് യൂസ് ചെയ്യാത്ത ഒരു ലാംഗ്വേജ് ആണ്. സോ നിങ്ങൾക്ക് അറിയാം, ഒരു ലാംഗ്വേജ് നമ്മൾ യൂസ് ചെയ്ത് മോഡിഫൈ ചെയ്ത് വരൂല്ലേ. ഇപ്പൊ നമ്മൾ പല കാര്യത്തിലും ഷോർട്ട് ഫോംസ് ആണ് യൂസ് ചെയ്യാറില്ലേ. അപ്പൊ ഓക്കെ എന്ന് പറയാറുണ്ട് നമ്മൾ. അത് ഓൾ കറക്റ്റ് എന്ന് പറയുന്നതിനെ ചുരുക്കി പറയണതാണ് കുറച്ചൊരു എളുപ്പത്തില്. ലാറ്റിന്റെ കേസ് പറഞ്ഞു കഴിഞ്ഞാൽ ലാറ്റിൻ അധികം മാറ്റം വരുന്നില്ല. സോ അത് പണ്ട് എഴുതിയാലും കുറെ വർഷം കഴിഞ്ഞ് എഴുതിയാലും സെയിം ആയിരിക്കും. അപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ടത്? സയന്റിഫിക് നെയിംസ് ആർ ഓൾവേസ് ഇൻ ലാറ്റിൻ. പിന്നെ ഇത് നമ്മൾ ലാറ്റിനൈസ് ചെയ്യും, അതായത് ഓൾറെഡി ഇപ്പൊ ഒരു ഒറിജിനൽ വെച്ചിട്ട് പറയുകയാണെങ്കിൽ കൂടി അത് ലാറ്റിനിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടാണ് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ടത്, ഇത് നമ്മൾ കൂടുതൽ എഴുതി ഇറ്റാലിക്സ് ഫോണ്ടിലായിരിക്കും എഴുതുന്നത്. അതെപ്പോഴാണെന്ന് കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് ഡിഫൈൻ ചെയ്തതാണ്. ഓക്കെ, ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുകയാണെങ്കിൽ, ഹാൻഡ് റിട്ടൺ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളിപ്പം കൈ കൊണ്ട് എഴുതുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പോ ഒരു സയന്റിഫിക് നെയിം എഴുതാൻ പോവാം, മാംഗോന്റെ സയന്റിഫിക് നെയിം എഴുതാൻ പോവാം. എങ്ങനെയാ? മാഞ്ചിഫെറ ഇൻഡിക്ക. ഓക്കെ, ഇൻഡിക്ക. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗം ഉണ്ടൊക്കെ ഓൾറെഡി ഞാൻ പറഞ്ഞു. ഏതാ? ഇതിലിപ്പം മാഞ്ചിഫറ ഉണ്ട്, ഇൻഡിക്ക ഉണ്ട്. മാഞ്ചിഫറ എന്തായിരുന്നു? ജീനസും, ഇൻഡിക്ക എന്ന് പറഞ്ഞാൽ സ്പീഷീസും ആണല്ലേ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ഇതില് ഈ എം മാത്രം ക്യാപിറ്റൽ എം ആക്കിയാണ് എഴുതിയേക്കുന്നത്. പക്ഷെ ഞാൻ ക്യാപിറ്റൽ എഴുതിയിട്ടില്ല, ഈവൻ തോ അത് രണ്ട് വേർഡ്സ് ആണ് പോയി. അത് എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ അത് റൂളാണ് കേട്ടോ. നമ്മൾ ഹാൻഡ് റിട്ടൺ ആയിട്ട് എഴുതുമ്പോൾ സ്പീഷീസിന്റെ അല്ല എടുക്കേണ്ടത്, അതായത് ജീനസിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലും സ്പീഷീസിന്റെ സ്മോൾ ലെറ്റർ ആയിരിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കാറുണ്ട്, ഈ എൻറ്റയർ വേർഡ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്യണം. പക്ഷേ ഒറ്റ ഇതിന് അണ്ടർലൈൻ ചെയ്യരുത്. ആദ്യം ജീനസിനെ അണ്ടർലൈൻ ചെയ്യുക, പിന്നെ സ്പീഷീസിനെ അണ്ടർലൈൻ ചെയ്യുക. ഇതൊക്കെ ഹാൻഡ് റിട്ടൺ ആയിട്ട് ഇരിക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. പിന്നെ ടൈപ്പ് ചെയ്യാന്ന് വിചാരിക്കുക. ടൈപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഫോണ്ട് അറിയാം, ഇറ്റാലിക്സ് ഫോണ്ട് എന്ന് പറഞ്ഞിട്ട്. അത് ഇത്രേ ഉള്ളൂ. നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് എഴുതുന്ന സാധനത്തിൽ ഒന്ന് ശരിക്കും
അതിനാണ് നമ്മൾ ഇറ്റലൈസ് ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ ഇറ്റലൈസ് ചെയ്യണം, മനസ്സിലായോ? ഇറ്റാലിക്സിലെ നമ്മൾ എഴുതാൻ പാടുള്ളൂ. ഇതാണ് ജനറലി റൂൾസ് എന്ന് പറയുന്ന കാര്യം. ഓക്കെ, അപ്പൊ ഞാൻ ഓൾറെഡി എല്ലാം പറഞ്ഞു. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ചില സയന്റിഫിക് നെയിംസിൽ ഉണ്ടല്ലോ നമുക്ക് ഓതറിന്റെ പേരും കൂടെ നമ്മൾ ഇടാറുണ്ട്. ഫോർ എക്സാമ്പിൾ മാഞ്ചിഫറ ഇൻഡിക്ക ലീ എന്നും കൂടി ഇടാറുണ്ട്. അപ്പൊ അത് 3 വേർഡ് ആയിട്ടാണ് മാറുന്നത്. ഓക്കെ, അതും കൂടി ശ്രദ്ധിക്കണം. അപ്പൊ റൂൾസ് ഒക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നമുക്ക് അടുത്തതിലേക്ക് പോകും. ഓക്കെ, അടുത്തെന്ന് പറയുമ്പോഴത്തേക്കും എന്താ, നമുക്ക് ഇതിന്റെ കാറ്റഗറീസ് പഠിക്കാം. ടാക്സോണമി കാറ്റഗറീസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഹൈറാർക്കി മോഡലിലാണ് കാണപ്പെടുന്നത്. എന്തൊക്കെ ഹൈറാർക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. പല പല തട്ടുകളിൽ അല്ലെങ്കിൽ എന്താ പറയാ പല പല ലെവൽസ് ഓഫ് ഓർഗനൈസേഷൻ ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്നാമത്തെ കാര്യമാണ് നമുക്ക് താഴെ നിന്ന് മുകളിലേക്ക് പഠിച്ചു നോക്കാം. ഓക്കെ, ഒന്നാമത്തെയാണ് സ്പീഷീസ്, അതിന്റെ മുകളിൽ ജീനസ്, അത് കഴിഞ്ഞിട്ട് ഫാമിലി, പിന്നെ ഓർഡർ, പിന്നെ ക്ലാസ്, പിന്നെ ഫൈലം ഓർ ഡിവിഷൻ വരും. ചില കേസുകളിൽ പ്ലാന്റ്സിന്റെ കേസുകളിൽ നമ്മൾ ഡിവിഷൻ ആണ് യൂസ് ചെയ്യണം. പിന്നെ കിങ്ഡം. ഏതൊക്കെയായിരുന്നു? സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം, കിങ്ഡം. ഓക്കെ, ഇത് പഠിച്ചിരിക്കണം. ഇതിന്റെ ഓർഡർ തെറ്റി പോകരുത്. ഓക്കെ, നിങ്ങൾക്ക് ഒന്നെങ്കിൽ അത് ഡിസെൻഡിങ്ങോ അസെൻഡിങ്ങോ ആയിട്ട് പഠിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ബെറ്റർ താഴെ നിന്ന് മുകളിലേക്കാണ് പഠിക്കുന്നത്. ഓക്കെ, ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഓരോ ഇതും, അതായത് ഓരോ ലെവലിന്റെ പേരും എന്താണ്? റാങ്ക് എന്നാണ് പേര്. ഓക്കെ, റാങ്ക് എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ടാക്സ എന്ന് വിളിക്കും. പ്ലൂറൽ ആണെങ്കിൽ ടാക്സ, സിംഗുലർ ആണെങ്കിൽ ടാക്സോൺ. ഓക്കെ, ഇപ്പൊ ഇതൊരു ടാക്സോണാണ്, അതുപോലെ ക്ലാസ് ഒരു ടാക്സോണാണ്, അതുപോലെ സ്പീഷീസ് ഒരു ടാക്സോണാണ്. കിട്ടിയില്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇനി അടുത്ത് നമുക്ക് ഓരോ ടേംസിനെ എടുത്ത് പഠിക്കാം. ഓക്കെ, അതിൽ ആദ്യത്തെ ടേം ആണ് എന്ത്? സ്പീഷീസ്. സ്പീഷീസ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, കുറെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിസംസ്. അതെന്താണ്? കേപ്പബിൾ ഓഫ് ഇന്റർബ്രീഡിങ്, അതായത് അവർ തമ്മിൽ ബ്രീഡ് ചെയ്ത് ഒരു ഫെർട്ടൈൽ ആയിട്ടുള്ള ഒരു ഓഫ്സ്പ്രിങ്ങിനെ ഉണ്ടാക്കുക. ഇതിനാണ് സ്പീഷീസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും താഴ്ത്ത് കാണുന്ന കാറ്റഗറി. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചില കേസുകളിൽ ഈ സ്പീഷീസ് തന്നെ കാറ്റഗറൈസ് വരുന്നുണ്ട്. അതായത് സബ് സ്പീഷീസ് വരും, വെറൈറ്റീസ് വരും. കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം അല്ലെ. മാഞ്ചിഫറ ഇൻഡിക്ക, ഞാൻ നേരത്തെ പറഞ്ഞു. മാംഗോ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇല്ലേ? നമ്മുടെ മാംഗോന്റെ സയന്റിഫിക് നെയിമാണ് മാഞ്ചിഫറ ഇൻഡിക്ക. അത് കഴിഞ്ഞിട്ടാണ് സൊളാന ട്യൂബറോസം. സൊളാന ട്യൂബറോസം ഏതാണ്? പൊട്ടറ്റോ. ഓക്കെ, പാന്തറ ലിയോ. പാന്തറ ലിയോ ആരാണ്? ലയൺ. പിടിയിട്ടില്ലോ? അങ്ങനെ ഒരു ജീനസിൽ തന്നെ വേണമെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്പെസിഫിക് എഫിഡക്റ്റുകൾ വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ പാന്തറ എടുത്തു കഴിഞ്ഞാൽ പാന്തറ ജീനസിൽ 2 പേരെ നമുക്ക് മെയിൻ ആയിട്ട് കാണാം. ആരാ? ലിയോ. ലിയോ എന്ന് പറഞ്ഞാൽ ലൈഗർ, ലയൺ. പിന്നെ ഏതാ? ടൈഗറസ്. ടൈഗറസ് എന്ന് പറഞ്ഞാൽ ആരാ? ടൈഗർ. പിടിയിട്ടില്ലോ? അപ്പൊ പാന്തറ ജീനസിൽ കാണുന്നതാണ് ലിയോയിലെ ടൈഗറസ്. അതുപോലെ തന്നെ സൊളാനത്തിൽ നോക്കുമ്പോൾ എന്താ? മെലനോജീനെ കാണാൻ പറ്റും. മെലനോജീന ആരാ? ബ്രിഞ്ചാളാട്ട. പിന്നെ അതുപോലെ നൈഗ്രം. നൈഗ്രം എന്ന് പറയുമ്പോഴത്തേക്കും പീ പ്ലാന്റ്. പിടിയിട്ടില്ലോ? അപ്പൊ സൊളാനം, മെലനോജീനയും പിന്നെ അതുപോലെ നൈഗ്രം കാണാം. ഓക്കെ, പിടിയിട്ടില്ലോ? ഇനി അടുത്തത്, ഇനി നമുക്ക് ബയോളജിക്കൽ കൺസെപ്റ്റ് ഓഫ് സ്പീഷീസ് എന്നുള്ള കാര്യത്തിലേക്ക് നോക്കാം. ഇത്രേ ഉള്ളൂ. സിമിലർ ആയിട്ടുള്ള സ്പീഷീസ് ആയിരിക്കും എപ്പോഴും ഇന്റർബ്രീഡ് ചെയ്യുന്നത്. ഡിസിമിലർ ആയിട്ടുള്ളവരൊക്കെ ഇന്റർബ്രീഡ് ചെയ്യാറില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ബന്ധം വേണം. എന്നാൽ മാത്രമേ അവർക്ക് ഉദ്ദേശിച്ച പോലെ ഓഫ്സ്പ്രിങ്ങിന് എത്തുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് പറ്റും? അവർക്ക് മ്യൂട്ടേഷൻസോ അല്ലെങ്കിൽ പിന്നെ ജനറ്റിക് ഡിസിമിലാരിറ്റി ഫോം ചെയ്യും. വേരിയബിലിറ്റി ഭയങ്കര ഹൈ ആയിരിക്കും കേട്ടോ. അപ്പൊ അത് ഫെർട്ടിലിറ്റിനെയൊക്കെ അഫക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതാണ് ഈ ബയോളജിക്കൽ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് പറയുന്നത്? ഇപ്പൊ നമ്മൾ സ്പീഷീസിന് ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തതാണ് വരുന്നത് ജീനസ്. ജീനസ് തന്നെ ശ്രദ്ധിക്കേണ്ടത്. ഇപ്പൊ പി എന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആരാ? പാന്തറയാണ്. പാന്തറ ലിയോ എന്ന് പറഞ്ഞാൽ ലയൺ. പിന്നെ പാന്തറ പാരഡസ്. പാരഡസ് എന്ന് പറഞ്ഞാൽ ലെപ്പേർഡ്. പാന്തറ ടൈഗ്രസ് എന്ന് പറഞ്ഞാൽ ടൈഗർ. പിടികിട്ടിയോ? ഇതിലൊക്കെ കോമൺ ആയിട്ടൊരു കാര്യമുണ്ട്. പാന്തറ പാന്തറ എന്ന് പറയുന്നത്. എന്താണ് ഈ പാന്തറ? ഇതാണ് ജീനസ്. അതായത് കുറെ റിലേറ്റഡ് സ്പീഷീസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ജീനസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, പിടികിട്ടിയല്ലോ? ഇനി അടുത്തൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞാൽ, ഇനിയാണ് നമ്മൾ നോക്കുന്നത് എന്ത്? ഫാമിലിനെ കുറിച്ച് പറയുന്നത്. ഫാമിലി എന്ന് പറയുന്നത് എന്താ? കുറെ ജീനസുകൾ ചേർന്നിട്ടാണ് ഫാമിലി ഉണ്ടാവുക അല്ലേ? ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ സൊളാനേസിയ. സൊളാനേസിയയിൽ ആരൊക്കെ വരും? സൊളാനം വരും, പെറ്റൂണിയ വരും, ഡക്ടൂര വരും. ഓക്കെ, പിടികിട്ടിയോ? അത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഫെലീഡിയ വരുന്നത്. ഫെലീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാം, അതായത് ജീനസ് ഫെലീഡിയ എന്ന് പറയുന്നത് പൂച്ചകളിൽ ഇതായിട്ടാണ് വരുന്നത്. ഓക്കെ, പിടികിട്ടിയല്ലോ? അതായത് കാറ്റ് ഫാമിലിനെയാണ് നമ്മൾ
ആരെ വിളിക്കുന്നത്? ഫെലീഡിയ എന്ന് വിളിക്കുന്നത്, അത് ഫെലിസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് പാൻഡ്ര. പാൻഡ്ര എന്ന് പറയുന്നത് ബിഗ് കാറ്റ്സ്, അതായത് നമ്മൾ പറഞ്ഞ ഈ സിംഹോ, ലിയോ, പാൻഡ്ര, ലിയോ, പാർഡെക്സ്, പിന്നെ അതുപോലെ തന്നെ ടൈഗ്രസ് ഒക്കെ വരുമ്പോഴാണ് അവർ വരുന്നത്. ഓക്കെ, ഇതാണ് ഈ ഫാമിലി വരുന്നതാണ് ഫെലീഡിയ. അപ്പൊ ഫെലീഡിയയിൽ ആരൊക്കെ ഉണ്ട്? ഫെലിക്സ് ഉണ്ട്, പാൻഡ്ര ഉണ്ട്. ഓർഡർ നമുക്ക് നോക്കാം. ഓർഡർ എന്ന് പറഞ്ഞപ്പോ എന്തായിരിക്കും? കുറെ റിലേറ്റഡ് ഫാമിലീസിനെയാണ് ഓർഡർ വിളിക്കുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ച സൊളാനേസിയ ഇല്ലേ, സൊളാനേസിയ, പിന്നെ അതുപോലെ തന്നെ കൺവോലേസിയ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതും കൂടെ വരുന്നുണ്ട്. എന്താ? ഫാമിലിയും കൂടെ ചേർന്നിട്ടാണ് ഒരു ഓർഡർ വരുന്നത്. അതേതാണ്? പോളിമോണിയൽസ്. ഓക്കെ, പോളിമോണിയൽസിലെ ആരൊക്കെ ഉണ്ടാവും? കൺവോബുലേസിയും പിന്നെ അതുപോലെ സൊളാനേസിയും. ഓക്കെ, ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. ഈ ഫെലീഡിയ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ പഠിച്ചില്ലേ, അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ക്യാറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ പറഞ്ഞ ബിഗ് ക്യാറ്റ്സ്, അതായത് വലിയ വലിയ കസിൻസ് നമുക്ക് പറയാൻ പറ്റും. ഇതില് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കാർണിവോറ എന്ന് പറഞ്ഞ ഓർഡറിലാണ് ആരൊക്കെ ഉള്ളത്? നമ്മൾ നേരത്തെ പഠിച്ച ഫാമിലി ഫെലീഡിയ ഉള്ളത്. ഫെലീഡിയയും പിന്നെ വേറെ ആളും കൂടെ വരുന്നുണ്ട്. ആരാ? കനീഡിയ. കനീഡിയ ആരാ? ഡോഗ്സ് ആണ്. കണ്ട, ഇപ്പൊ നമ്മൾ ക്യാറ്റിനെയും ഡോഗിനെയും ബന്ധപ്പെടുത്താം. ഇതാണ് ഞാൻ പറഞ്ഞത്, മുകളിലേക്ക് പോകുന്നതോറും എന്താ സിമിലാരിറ്റി എന്ത് പറ്റും? കൂടിക്കൂടി വരും. പിടികിട്ടിയോ? കൂടുതൽ കാര്യങ്ങൾ കണക്റ്റഡ് ആണെന്ന് പഠിക്കും. ഇപ്പൊ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് സിസ്റ്റമാറ്റിക്സിൽ എങ്ങനെയാ തമ്മിലുള്ള കണക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നുണ്ട് അല്ലേ. അപ്പൊ എന്ത് ആലോചിച്ച് നോക്കിക്കേ, കാർണിവോറയിലാണ് കനീഡിയും പിന്നെ അതുപോലെ തന്നെ ഫെലിസ് എന്ന് പറഞ്ഞിട്ടുള്ള ഫാമിലിയും വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ക്ലാസ് വരുന്നത്. ഓക്കെ, ക്ലാസ്സിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ കാർണിവോറനെ കാണാം, വേറൊരാളെയും കാണാം. ആരാ? മമേലിയ ക്ലാസ്സിനെ കാണാൻ പറ്റും. നമ്മൾ പഠിക്കും, അടുത്ത ചാപ്റ്ററിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട് എന്താണ് മമേലിയ, അതിൽ ആരൊക്കെ വരുന്നുണ്ട്, എന്താണ് അതിന്റെ ഫീച്ചേഴ്സ് എന്നൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി ശ്രദ്ധിക്കേണ്ടത് പ്രൈമേറ്റ്. പ്രൈമേറ്റ് എന്ന് പറഞ്ഞാൽ എയ്പ്സ്, ഗിബണൊക്കെ വരുന്ന ആൾക്കാരാണ്. അതായത് നമ്മുടെ മനുഷ്യരോട് സിമിലർ ആയിട്ടുള്ള ആൾക്കാർ, ചിമ്പാൻസി, എയ്പ്സ്, ഗിബണ്, ഓക്കെ, മങ്കി, ഇവരൊക്കെ വരുന്നതാണ്. ഇതില് ഈ മമേലിയ ഉണ്ട്, കാർണിവോറയുണ്ട്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് നോക്കാം, ഫൈലം നോക്കാം, ഡിവിഷൻ നോക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ടത് കോർഡേറ്റ എന്ന് പറഞ്ഞിട്ടുള്ള ഫൈലത്തിൽ ആരൊക്കെ വരും? ഈ പറഞ്ഞ ക്ലാസ്സുകൾ ഇനി വരുമ്പോ ആരൊക്കെയാ? ഫിഷസ്, ആംഫീബിയൻസ്, റെപ്റ്റൈൽസ്. കണ്ട, ഇത് കൂടുതൽ കൂടുതൽ ബ്രാൻഡ് ചെയ്ത് പോകുന്നത് ഇപ്പൊ മനസ്സിലായില്ലേ. ഇനി ലാസ്റ്റ്, അതായത് ഏറ്റവും ടോപ്പിൽ കാണുന്ന ആള് ആരാ? കിങ്ഡം. കിങ്ഡത്തിൽ മെയിൻ ആയിട്ട് രണ്ടുപേരാണ് വരുന്നത്. ആരൊക്കെയാ? സെൽവാൾ ഇല്ലാത്ത അനിമേലിയ. അനിമൽ സെൽസിന് സെൽവാൾ ഇല്ലല്ലോ, പിന്നെ സെൽവാളുള്ള പ്ലാന്റ്. പിടിയിട്ടില്ലോ? ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് വരുമ്പോൾ എന്താ തമ്മിലുള്ള റിലേഷൻസ് കൂടുന്നുണ്ട്, താഴേക്ക് വരുമ്പോൾ ഇങ്ങനെ സ്പെസിഫിക് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഇതിന്റെ ട്രെൻഡ് പോകുന്നത്. ഓക്കെ, ഇനി ഇതിലത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പഠിക്കേണ്ടതായിട്ടുള്ള ഒരു ടേബിൾ ആണ് ഇത്. എല്ലാ വർഷവും ഓൾമോസ്റ്റ് എല്ലാ ഇയറിലും റിപ്പീറ്റഡ് ആയിട്ടൊക്കെ ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ സത്യം പറഞ്ഞാൽ 4 ഓർഗാനിസത്തെ പഠിക്കാവുള്ളൂ, പക്ഷെ 4 കറക്റ്റ് ആയിട്ട് നമ്മൾ പഠിക്കാം. ഒന്നാമത്തെ ആളാണ് ആര്? മാൻ. അതായത് കോമൺ നെയിം, നമ്മൾ പൊതുവെ വിളിക്കുന്ന മനുഷ്യൻ എന്ന് വിളിക്കുന്ന പോലെ മാൻ. ഇതിന്റെ സയന്റിഫിക് നെയിം എന്താ? മനുഷ്യരുടെ ഹോമോ സാപ്പിയൻസ്. ഓക്കെ, ഹോമോ സാപ്പിയൻസ്. ശ്രദ്ധിക്കണം, ഇവിടെ ടൈപ്പ് ചെയ്തുകൊണ്ട് എന്താ ഇറ്റലൈസ്ഡ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. ഇതിൽ ജീനസ് വരുന്നത് ഏതാണ്? ഹോമോ. ജീനസ് ഹോമോ. ഫാമിലി വരുന്നത് ഹോമിനിഡേ. ഫാമിലി ഹോമിനിഡേ. ഓർഡർ വരുന്നത് പ്രൈമേറ്റുകളാണ്, പ്രൈമേറ്റ്സ്. ക്ലാസ് വരുന്നത് മമ്മേലിയ, മാമൽസ് ആണ്. ഓക്കെ, നമ്മൾ പഠിക്കും എന്താണ് മാമൽസ് എന്നുള്ള കാര്യം നമ്മൾ അടുത്ത ചാപ്റ്ററിൽ പഠിക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫൈലോ ഡിവിഷൻ വരുന്നത്. ഏതാ? കോർഡേറ്റ അല്ലെ കോർഡേറ്റുകൾ. ഓക്കെ, എന്തായിരുന്നു? ഹോമോ, ഹോമിനിഡേ, പ്രൈമേറ്റ്, മമേലിയ, കോർഡേറ്റ്. ഓക്കെ, അടുത്ത ഓർഗാനിസത്തിലേക്ക് നോക്കാം. നമ്മുടെ വീടുകളിലൊക്കെ വളരെ സുലഭമായിട്ട് കാണുന്നത്, പുറത്തിറങ്ങിയാലും കാണുന്ന ആളാണ് ആര്? ഹൗസ് ഫ്ലൈ. ഹൗസ് ഫ്ലൈന്റെ സയന്റിഫിക് നെയിം അപ്പൊ എന്തായിരിക്കും? മസ്ക ഡൊമസ്റ്റിക്ക. എന്ത്? മസ്ക ഡൊമസ്റ്റിക്ക. ജീനസ് വരുന്നത് മസ്ക. ഓക്കെ, ഫാമിലി വരുന്നത് മുസീഡിയെ. ഓക്കെ, ഓർഡർ വരുന്നത് ഡിപ്റ്ററ. ക്ലാസ് വരുന്നത് ഇവിടെ ശ്രദ്ധിക്കണം, ഒരു മാമൽസ് അല്ല, അവരാരാണ്? ഇൻസെക്റ്റുകളാണ്. സോ ഇൻസെക്റ്റ. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് എന്ത്? ഫൈലം വരുന്നത് ആർത്രോപോഡ. ഓക്കെ, ഇത് നമ്മൾ പഠിക്കും അടുത്ത ചാപ്റ്ററിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുക. അപ്പൊ എന്തൊക്കെയായിരുന്നു? മസ്ക, മഷിഡേ, പിന്നെ അതുപോലെ ഡിപ്റ്ററ, ഇൻസെക്ട്, ആർത്രോപോഡ. അത് കഴിഞ്ഞിട്ട് മാംഗോ.
ഇനി നമുക്ക് മാംഗോനെ കുറിച്ച് സംസാരിക്കാം. മാൻജിഫറ ഇൻഡിക്ക എന്ന മാൻജിഫറ ഇൻഡിക്ക എന്നാണ് നെയിം വരുന്നത്. ജീനസ് വരുന്നത് മാൻജിഫറ, ഫാമിലി വരുന്നത് അനാർക്കേഡീസിയെ. ഓക്കെ, അനാർക്കേഡീസിയെ. അതിന് ഓർഡർ സാഫിഡൈൽസ്. ഓക്കെ, സാഫിഡൈൽസ്. പിന്നെ ക്ലാസ് വരുന്നത് ഡൈക്കോട്ടിലിനെ. എന്ത്? ഡൈക്കോട്ടിലിനെ. ഇനി ഫൈലം വരുന്നത് ആൻജിയോസ്പെർമ. ഓക്കെ, എന്തൊക്കെയായിരുന്നു? മാൻജിഫറ, അനാർക്കേഡീസിയെ, സാഫിഡൈൽസ്, പിന്നെ ഡൈക്കോട്ടിലിനെ, പിന്നെ ആൻജിയോസ്പെർമ. അടുത്ത വരുന്ന പ്ലാന്റ് ആണ് എന്ത്? വീറ്റ്. വീറ്റ് എന്ന് പറയുമ്പോൾ ആരാ? ട്രൈറ്റിക്കം, പിന്നെ എസ്റ്റിവം. എന്താ? ട്രൈറ്റിക്കം, എസ്റ്റിവം. ഇതിൽ ജീനസ് വരുന്നത് ട്രിറ്റിക്കം, നേരത്തെ പറഞ്ഞു. പിന്നെ അതുപോലെ ഫാമിലി വരുന്നത് പോയേസിയെ. ഫാമിലി വരുന്നത് പോയേസിയെ. ഓർഡർ വരുന്നത് പോയൽസ്. പോയൽസ്. ഓക്കെ, ഓർഡർ വരുന്നത് പോയൽസ് വരുന്നത്. ഇനി ക്ലാസ് വരുന്നത് മോണോകോട്ടിൽഡിനെ. എന്താ? മോണോകോട്ടിൽഡിനെ. ഇനി ഫൈലം വരുന്നത് ആൻജിയോസ്പെർമ. ഓക്കെ, അപ്പൊ ഈ 4 ഓർഗാനിസത്തിന്റെ ശ്രദ്ധിച്ചു പഠിക്കണം. ഇത് നിങ്ങൾ നേരത്തെ നമ്മൾ പഠിച്ചില്ലേ, ആ ഓർഡറിൽ തന്നെ പഠിച്ചാലും മതി. ഇപ്പം ഇങ്ങനെ നിങ്ങൾ ബോക്സ് വരയ്ക്കുമ്പോൾ കുറച്ച് കൺഫ്യൂഷൻ വരും. അപ്പൊ എന്ത് ചെയ്യുക? ഒരു ഫ്ലോ ചാർട്ട് പ്രിപ്പയർ ചെയ്യുക. അങ്ങനെ 4 ഓർഗാനിസത്തിന്റെ നിങ്ങൾ എന്തായാലും പഠിക്കണം. അപ്പം ഈ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് ഇനി ഫർദർ ഉള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ നന്നായിട്ട് പഠിക്കുക, നല്ലോണം എക്സാം എഴുതുക. നമുക്ക് ഈ വർഷം എൻട്രൻസ് ക്രാക്ക് ചെയ്യാൻ പറ്റും.